സുധാപ്പൂന് ഇഷ്ടമുള്ള പാട്ടുകള് അധികവും അത് വെച്ച് കൊടുക്കാൻ നേരത്തെ എന്തോ പാടി നടക്കുന്നുണ്ട്. നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ ആകും. എന്റെ സിനിമയെ പറഞ്ഞാലും നമ്മളിപ്പോ ഫ്രണ്ട്സ് ഒക്കെ വെളിയിൽ പോയി ഈ പാട്ടൊക്കെയാണ് പാടി ചില്ലി രണ്ടെണ്ണം അടിച്ച ഡാഡി ഫിംഗർ ഡാഡി സത്യമായിട്ടുള്ള കാര്യം. പാട്ടൊന്നും പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നു. അയ്യോ, അങ്ങനെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ കാത്തു ഒക്കെ കേട്ടിട്ടുണ്ടോ? പാടൂ കേക്കട്ടെ. ആര് പറഞ്ഞു മ്യാവുക? അത് കുറച്ച് നാളായിട്ട് ഇപ്പൊ ഇല്ല. അതായിരുന്നു ഒരു കഴിഞ്ഞ ഒരു വർഷം. സീസണലാണ് കേട്ടോ. കാത്തു ഞങ്ങൾ കണ്ട് വെറുത്തു. ആ പൂച്ചയെ കണ്ടാലേ ഇത്ര ആനിമൽ ലവറും പെറ്റ് ലവറെ കാത്തുവിനെ കണ്ടാൽ നമുക്ക് ചൊറഞ്ഞു വരും. അതാണ് എന്റെ പൂച്ചയുടെ കളറും കൂടെ. അതാണ് എന്നിട്ട് ഇങ്ങനെ ഒരു കണ്ണ് അതിനകത്ത് കോങ്ങണ്ണു കൊമ്പനാന കുട്ടപ്പം. ഓക്കെ, ഞാനധികം കാണാറില്ല, എനിക്ക് കാത്തു മാത്രമേ അറിയുള്ളൂ. അയ്യോ, കാത്തൊന്നും അല്ല. എന്തൊക്കെയുണ്ട് മലയാളത്തിൽ ഇപ്പൊ ലിസ്റ്റ്? കല്യാണം ഊണിലും ഉറക്കത്തില് ചേട്ടൻ അതേപോലെ ഞാൻ ചെറുതായിട്ട് മുങ്ങും കേട്ടോ ആ സമയത്ത്. 10 പ്രാവശ്യമൊക്കെ ഓക്കെ. ഇവന്റെ ഹിന്ദി ചായ ഉണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് വന്നിട്ട് മറ്റേ മിട്ടും മിട്ടും അങ്ങ് പരിചയപ്പെടുത്തി കൊടുത്തു. മറ്റേ ഹിന്ദി അതൊരു 55 പ്രാവശ്യം വെറുത്ത്. പിന്നെ അതേപോലെ കാർട്ടൂണിൽ ഏതോ ഈ ഹിന്ദി ആണെങ്കിൽ ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടാവുമല്ലോ, അത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഹിന്ദി കുറെ കാർട്ടൂൺ ഇവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ അതിന്റെ തമിഴ് കാണിച്ചു കൊടുത്തപ്പോ എന്റെ മോള് സ്വന്തമായിട്ട് ഹിന്ദി കാണിച്ചു കൊടുത്തു. അപ്പൊ അത് കണ്ടോണ്ടിരിക്കണം. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഹിന്ദി അങ്ങനെ എന്റെ മോള് കാണണ്ടെന്നുള്ളത് ഞാൻ അതിന്റെ തമിഴ് ഇട്ട് കൊടുത്തു. ഉരുളക്കിഴങ്ങ് ചിന്നക്കിഴങ്ങ് എങ്ക പോച്ച വേണ്ടാന്ന് കൊച്ച്, വേണ്ട ഇത് വേണ്ട അതില്ല. കൊച്ചിന് ഹിന്ദിയാണ് കൊച്ചിനും താല്പര്യം എന്നുള്ളതാണ്. അല്ല, ഇപ്പൊ തമിഴ് തന്നെ. ഇപ്പൊ തമിഴായോ? മറ്റേ മാഡ് മേക്കിംഗ് കണ്ണയാണ് ഞാൻ ഡാൻസിന് പിള്ളേരെ പഠിപ്പിക്കുന്നത് കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് പാട് വയ്ക്കും എന്തൊന്നും പാട് വയ്ക്കും കണ്ണേ, പാട് വയ്ക്കും കണ്ണേ, പാട് വയ്ക്കും കണ്ണേ, പാട് പാട് വന്ന കണ്ണെന്ന്, പാട് വന്ന കണ്ണം വെക്കാം, പാട് വന്ന കണ്ണം വെക്കാം. എന്നിട്ട് വെച്ചുകൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും അവളുടെ ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ കാണിക്കും. ഡാൻസിന്റെ സ്റ്റെപ്പാണെങ്കിൽ ഹിന്ദി പാട്ടൊക്കെ കേൾക്കണം. അതെന്താ? അതിനതാണ് ഇഷ്ടം. മറ്റേ മലിഹാരി അതൊക്കെ ഇഷ്ടമാണ് ഭയങ്കര. രൺവീർ സിംഗിനെ ഭയങ്കര ഇഷ്ടമാണ്. രൺവീർ സിംഗിന്റെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. പിന്നെ നമുക്ക് സൽമാൻ ഖാനും. അല്ലേ, എനിക്കിപ്പോ സൽമാൻ ഖാൻ എനിക്ക് എപ്പോഴുമേ ഇഷ്ടമാണ്. ഇപ്പൊ രൺവീർ സിംഗ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കഥകൾ? കുറെ കഥകൾ ചോദിച്ചു ഞാനും മലപ്പുറത്ത് കണ്ടിട്ട് മറ്റേ നമ്മള് മറ്റേ ബാഹുബലി സിനിമയില് ഇവര് വില്ലനും ഇങ്ങനെ നേർക്ക് നേർ നിൽക്കില്ലേ, അതേപോലെ ഉണ്ടായിരുന്നു നേരത്തെ എക്സ്പ്രഷൻ. ഞാൻ അത് വെച്ചിട്ട് തമ്പ് കൊടുത്താലോ എന്ന് ആലോചിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട്. അതെ, മലപ്പുറത്ത് നോക്കുമ്പോ ആ ചർച്ച വേണമെങ്കിൽ, ഐ മീൻ ആ ഒരു ഫേസ് ടു ഫേസ്. മലപ്പുറത്തൊക്കെ ഉണ്ടാവും ഡെയിലി നമ്മൾ ഒരുമിച്ചല്ലേ ഇടങ്ങുന്നത്. ഈ പെണ്ണാണെങ്കിൽ വേറെ ഫ്രണ്ട്സ് പോലും ഇല്ല. നീ ആരെയും കളിച്ചിട്ട് ഇറങ്ങി പോട്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് വയ്യ. പിന്നെയാണ് അവള് സിനിമ അഭിനയിക്കാൻ പോകും. ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ പിടിച്ചു വെച്ചിരിക്കുന്നത്. ചേട്ടന് പക്ഷെ 1 ലക്ഷം ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് പ്രശ്നം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനെ കെട്ടാൻ പോയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തോടാ. ഓക്കെ, അതെ. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു ഫ്രണ്ട് ചേട്ടനാണെങ്കിൽ എനിക്ക് എല്ലാ ആക്ടിവിറ്റിയും ചേട്ടൻ്റെ കൂടെ ചെയ്യാനാണ് എനിക്കിഷ്ടം. ചേട്ടനത് കുറേ പേരുടെ കൂടെ. ആണോ? അങ്ങനെയാണോ? ചേച്ചിക്ക് ചേട്ടൻ്റെ കൂടെ മാത്രം ചെയ്യാൻ ഇഷ്ടം? ചേട്ടന് ഇതൊരു വല്ലാതെ വേറൊരു അർത്ഥം. അയ്യോ, ഞാൻ ഇല്ല, ഞാൻ അത്ര വലിയ ആളല്ല. ഇപ്പൊ ഞാനും ചേട്ടൻ്റെ കൂടെ വേറെ അർത്ഥം പറഞ്ഞോ? സത്യം പറയാം, ഞാനും ചേട്ടൻ്റെ കൂടെ ട്രിപ്പ് പോയി കലയില്. ഞാൻ പോയപ്പോ ചേട്ടൻ്റെ മുഖം ഭയങ്കര ശോകം ഒഴിച്ചിരിക്കുന്ന. പിന്നെ എനിക്ക് മനസ്സിലായി ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഇല്ലാതെ കൊണ്ടുപോയിരുന്നു എന്നുള്ളത്. അയ്യാന്നല്ല, അത് മറ്റേ ശാന്തയുടെ മറ്റേ ബോൾസി സിന്ധിയിൽ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ബീർ കുടിച്ചോണ്ടിരുന്നേന്. അപ്പൊ
ചേട്ടാ നമുക്ക് ബാക്കി ഫ്രണ്ട്സിനെ കൂടെ വിളിക്കാം. അല്ല ഇവൻ പൊതുവെ ഫ്രണ്ട്സ് ഉള്ളപ്പം കുറച്ചും കൂടി നല്ല ആക്റ്റീവ് ആണ് ആള്. അത് പിന്നെ ഫ്രണ്ട്സിനെ 2 അടിച്ച് 3 തള്ളാക്കി വിളിക്കുക, ഭാര്യ അങ്ങനെ വിളിക്കാൻ പറ്റും. എന്തോ നീ എന്തിന് പോയടാ മറ്റവനെ നമുക്ക് ചോദിക്കണം, ഭാര്യ എടുത്ത് കാര്യം ചോദിക്കും, നീ എന്തിന് പോയിട്ട് മറ്റവളെ നോക്കിയാൽ പറ്റും. എന്നാലും എനിക്ക് പക്ഷെ പ്രശ്നമൊന്നല്ല, ഫ്രണ്ട്സ് ഉള്ളപ്പോൾ കുറച്ചുകൂടെ നല്ല ആക്റ്റീവും ഭയങ്കര തമാശയൊക്കെ കുറച്ച് കൂടുതൽ പറയാം അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് നമ്മളെ ഉസിപ്പേറ്റി നമ്മൾ അത് ഭയങ്കര തമാശയാണ്. അവിടെ പോയി പറഞ്ഞാൽ ഞാൻ സീരിയലൊക്കെ അടിക്കുമ്പോൾ അത് ചളിയായി പോകും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ എന്തെങ്കിലും സീരിയലിൽ ചെന്ന് അടിച്ചിട്ടുണ്ടോ? ഭയങ്കര തമാശയാണല്ലോ, അത് കൊണ്ടുപോയിട്ട് നമുക്ക് സീരിയലിൽ ഒന്ന് അപ്ലൈ ചെയ്താന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തായിരുന്നു പ്രതികരണം ആൾക്കാർ? അപ്പോൾ പ്രതികരണമൊക്കെ കൊള്ളാമല്ലോ. പെണ്ണെ ഭയങ്കര എന്നൊക്കെ വിളിക്കുന്ന ആക്ച്വലി ഞാൻ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ആക്ച്വലി സക്കുട്ടി അങ്ങനെ വിളിക്കുമായിരുന്നു. അത് എൻ്റെ അമ്മ എന്നെ അങ്ങനെ വിളിക്കുമായിരുന്നു. പെണ്ണ ഭയങ്കര എന്നല്ല, അമ്മയുടെ ഭയങ്കര ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു. കാര്യം ഞാൻ എൻ്റെ ബ്രദറിനെക്കാളും 13 വയസ്സ് ഇളയതാണ്. ഓ ശരി. അപ്പം എൻ്റെ അച്ഛനും അമ്മയും നല്ല പ്രായമായ സമയത്താണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അവരെന്നെ ഭയങ്കര കൊഞ്ചിച്ചാണ് വളർത്തിക്കൊണ്ടിരുന്നത് കുറച്ച് കാലം വരെ. പിന്നെ അവർക്ക് മനസ്സിൽ എന്നെ കൊഞ്ചിക്കാൻ കൊള്ളു. ഇവനെ കൊഞ്ചിക്കാൻ പറ്റിയ ആളല്ല. അതെ, പറ്റിയ ആളാണെന്ന് മനസ്സിലായി, കൊഞ്ചിക്കാൻ പറ്റിയ. എനിക്ക് ചെറിയ അങ്ങനെയാണ് എന്നെ ഡാൻസിനെ കൊണ്ടുവിട്ടത്. ഓ ഞാൻ ഭയങ്കര ശാന്ത സ്വഭാവനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഡാൻസിനെ കൊണ്ടുവിട്ട് ക്ലാസ്. അവർക്ക് ഡാൻസ് ക്ലാസിക്കലേ അറിയാം, വേറെ ഡാൻസ് ഒന്നും അറിയില്ല. മറ്റേതൊക്കെ അവർക്ക് നിഷേധമാണ്. നമ്മൾ ആന്ന സമയത്തൊക്കെ സിനിമയിൽ കണ്ടില്ലേ, പിന്നെ ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്ന ഫുൾ ഡ്രഗ്സ് ഒക്കെ അടിക്കുന്നവരാണ്. മുടി വളർത്തിയവരൊക്കെ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ. ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു IPS സാറിന് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ചിരിക്കണം എന്നെ നോക്കി. പിന്നെ IPS സാർക്ക് നിൻ്റെ കൂടെ ജിമ്മിൽ ഒന്ന് ഇരുമ്പെടുത്ത് ഉരുട്ടണില്ലേ സമയം, അവർ കാര്യം സമയമില്ല. അമ്മ ആണമ്മ ഈ വാഴർക്ക് അവിടെ. അപ്പൊ ഏതാണ് ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ചെറിയ തമാശ കേട്ടാൽ ഞാൻ ഒരു മണിക്കൂർ ചിരിക്കും. നമ്മൾ ഞാൻ മറ്റേ ടിപ്പിക്കൽ മലയാളിയാണ്. അതോ അപ്പുറത്ത് നിന്ന് ഒരു തമാശയാണ് പറഞ്ഞത് നമ്മൾ ചിരിക്കരുത് ഇങ്ങനെ അങ്ങനെ ചിരിച്ചുകൊടുത്താൽ ശരിയാവില്ല, ചമ്മി പോട്ടെ എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, എന്ത് തമാശ പറഞ്ഞാലും ഞാൻ കുറഞ്ഞത് 1 മണിക്കൂർ ചിരിക്കും. അപ്പം ഫുൾ ടൈം അവിടെ ചിരിയാണ്. ഞാൻ ചിരിക്കാറുണ്ട്. അതുപോലെ എനിക്ക് അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഒരു തമാശ കൊള്ളാം, ഞാൻ ചിരിച്ചു, എനിക്കത് ഒന്നും കൂടെ കേൾക്കണം. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഇവിടെ തള്ളിക്കൊണ്ടിരിക്കണം വെച്ചു ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് പോകും. അപ്പോൾ ഇവിടെ ശരിക്കും അങ്ങനെ ആക്കി ഒന്നും കൂടെ ആക്കാൻ പറയുള്ളൂ. നമ്മൾ ലാസ്റ്റ് അത് പറയണ്ടായിരുന്നു വിചാരിക്കുന്നത്. എന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നത് റീറ്റെലിക്കാസ്റ്റ് എന്നാണ്. എനിക്ക് വീണ്ടും വീണ്ടും അതേ തമാശ എനിക്ക് എത്ര കേട്ടാലും മടുക്കൂല. ഞാൻ അതേപോലെ എന്റെ ഭാര്യക്ക് ഞാൻ അഭിനയിക്കുന്ന ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാമോ? അവരെന്നെ കൊണ്ട് റിപ്പീറ്റ് എടുപ്പിക്കും. എനിക്ക് ഭയങ്കര ഇവൻ അങ്ങനെ തന്നെ വേണമെന്നാണ് അവള് പറയുന്നത്. കണ്ടിട്ടുണ്ടോ ഷൂട്ട് ചെയ്യുമ്പോ? കോമഡി പറയും, അവര് പറയും ഒന്നുകൂടെ എടുക്കാം, വേറൊരു ആംഗിളിൽ എടുക്കാം, ഒരു മടിയില്ലാതെ പറയും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ തന്നെ വേണം. 5 പ്രാവശ്യം ഒരേ കോമഡി പറയും. കാരണം ഞാൻ പറയുമ്പോ ചെയ്യാറില്ല. അതാണ് അവിടുന്ന് ശിക്ഷ കിട്ടുന്നതെന്നാണ് പറയുന്നത്. കുട്ടിയുടെ ഓരോ കാര്യം